ക്രൈസ്തവ ചിന്തയുടെ വീഡിയോ സെഗ്മെന്റായ CC വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് റവറൻഡ് മാർസിലിൻ മൊറൈസ് എന്ന ദേവദാസനാണ്. കത്തോലിക്ക സഭയിലെ ഒരു സീനിയർ പുരോഹിതനായിരുന്നു. അവിടെ നിന്നും യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തെ പുൽകി ഉണർവ് പ്രസ്ഥാനത്തിലേക്ക് വന്ന, പെന്തക്കോസ്റ്റ് മൂവ്മെന്റിലേക്ക് വന്ന ആളാണ് ബഹുമാനപ്പെട്ട മാർസിലിൻ അച്ഛൻ. അച്ഛനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അല്പം നീണ്ടുപോകും. പുതിയ തലമുറയിൽ അച്ഛനെ കുറിച്ച് അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദീർഘവർഷങ്ങൾ അദ്ദേഹം അവിടെ പുരോഹിത ശുശ്രൂഷയിലായിരുന്നു. അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളെ കുറിച്ച് ഒരു ചെറിയ വിവരണം നിങ്ങളോട് ഞാൻ പറയാം. സദേൺ ഏഷ്യ റിലീജിയസ് ന്യൂസിന്റെ മാനേജിംഗ് എഡിറ്റർ അഥവാ CEO എന്ന് വേണമെങ്കിൽ പറയാവുന്ന പോസ്റ്റിലിരുന്ന ആളാണ് ബഹുമാന്യനായ മാർസിലിൻ അച്ഛൻ. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹം. ഇന്റർനാഷണൽ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ കൗൺസിൽ മെമ്പറായും ബഹുമാനപ്പെട്ട അച്ഛൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ ഗവേണിംഗ് ബോഡി മെമ്പറായിരുന്നു. പ്രസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ സെക്രട്ടറി സേവനം അനുഷ്ഠിച്ചു. 1986 ജോൺ പോൾ മാർപ്പാപ്പ ഇന്ത്യയിലെത്തിയപ്പോൾ വത്തിക്കാൻ റേഡിയോയ്ക്ക് വേണ്ടി അദ്ദേഹം മലയാളം കമന്റേറ്റർ ആയിരുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാർമലൈറ്റ് സന്യാസ സമൂഹത്തിൽ ഒരു വൈദികനായിരുന്നു അച്ഛൻ. അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. അച്ഛാ, ഒറ്റ ചോദ്യം ആദ്യം ചോദിക്കുകയാണ്. ഈ പെന്തക്കോസ്റ്റ് വിശ്വാസത്തെ സ്വീകരിച്ചത് കൊണ്ട്, യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തെ പുൽകിയതിൽ അച്ഛന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ്? എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സ്റ്റാൻഡിനെ കുറിച്ച് എനിക്ക് അഭിമാനമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. കാരണം കത്തോലിക്ക പുരോഹിതനായിരുന്നപ്പോൾ എനിക്ക് ഇല്ലാതിരുന്ന പ്രത്യാശ ഇപ്പോഴുണ്ട്. കാരണം കത്തോലിക്ക സഭയിൽ ഞങ്ങൾ എത്ര ഉന്നത നിലവാരത്തിൽ ജീവിച്ചാലും വിശുദ്ധിയിൽ ജീവിച്ചാലും, ഉദാഹരണത്തിന് മദർ തെരേസയെ ലോകം മുഴുവൻ ക്രൈസ്തവരല്ലാത്തവർ പോലും വിശുദ്ധ എന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മദറിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാലും മദർ മരിച്ചപ്പോൾ മദറിന് വേണ്ടി കുർബാന ചൊല്ലി മദറിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ലോകമെമ്പാടും പ്രാർത്ഥിച്ചു. മദർ തെരേസയായിട്ട് അച്ഛൻ അടുത്തിടപെട്ടിട്ടുണ്ട്. അതെ അതെ, അടുത്തിട്ട് ആ ആശ്രമ കൽക്കട്ടയിൽ പോയിട്ടുണ്ട്. അതെ, കൽക്കട്ടയിൽ പോയിട്ടുണ്ട്. താമസിച്ചിട്ടുണ്ട്. ഇവിടെ കൽക്കട്ടയിൽ താമസിച്ചിട്ടില്ല, കൽക്കട്ടയിൽ പോയിട്ടുണ്ട്. എന്നാൽ മദറിനുമായിട്ട് കൂടുതൽ സമയം ദിവസങ്ങൾ ചെലവഴിച്ചത് അവർ സെക്കൻഡറാബാദിൽ വന്നപ്പോഴാണ്. അന്ന് മദറിന് നോബൽ പ്രൈസ് കിട്ടി. അതിൻ്റെ സ്വീകരണ ചടങ്ങിന് ലയൺസ് ക്ലബ്ബ്, ഹൈദരാബാദ് സെക്കൻഡറാബാദിലെ ലയൺസ് ക്ലബ്ബ് മദറിന് ക്ഷണിച്ചപ്പോൾ അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ചാപ്ലിനായിരുന്നു ഞാൻ. ഇടയ്ക്കൊരു കാര്യം വിട്ടുപോയി. എൻ്റെ സ്നേഹിതൻ ജയൻ മാത്യു ആണ് ഇപ്പൊ കൂടെ ഉള്ളത്, അത് വിട്ടുപോയി. ഓക്കെ അച്ഛാ, ഞാൻ ആ ചോദ്യത്തിൽ ഒരു ചെറിയ പെശക് എൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താന്നാ ചോദിച്ചത്. ഓക്കെ, അത് ഇപ്പോഴത്തെ സ്റ്റാൻഡ് അച്ഛൻ്റെ ഒന്ന് തന്നെയാണ്. എൻ്റെ ആ ചോദ്യം അത്ര ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നു. വിശ്വാസ ജീവിതത്തെ പുൽകിയതിൽ അച്ഛൻ 100% രക്ഷിക്കപ്പെട്ട് കത്തോലിക്ക സഭയുടെ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട് അവർക്ക്, അതെല്ലാം വിട്ടിട്ട് ഒരു ആത്മീയ നവോത്ഥാനത്തിലേക്ക് അച്ഛൻ എത്തി എന്നതിൽ, പെന്തക്കോസ്റ്റൽ മൂവ്മെന്റിനെ പുൽകി എന്നതിൽ അച്ഛൻ 100% സംതൃപ്തനാണ്. രക്ഷിക്കപ്പെട്ടു. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞ സ്വർഗം കിട്ടി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ആത്മീയവർദ്ധന നടത്തുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പോയിന്റ് മാറിയില്ല, പ്രത്യാശ. ഇപ്പൊ കത്തോലിക്ക സഭയിൽ ഞങ്ങൾക്ക് മരിച്ചാൽ നേരെ സ്വർഗത്തിൽ പോകുന്ന ആർക്കും പ്രതീക്ഷയില്ല.
അതുകൊണ്ടാണ് മാർപ്പാപ്പ മരിച്ചാലും മാർ തെരേസ മരിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നത്. അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും പാപം ക്ഷമിക്കുന്നില്ല അവരുടെ. ഇല്ല, ക്ഷമിക്കുന്നു എന്നൊക്കെ കുമ്പസാരിക്കുമ്പോൾ പാവം ക്ഷമിക്കുന്നു എന്നും വിശ്വാസമുണ്ട്. എന്നാലും മനുഷ്യരല്ലേ, അന്ത്യശ്വാസം വരെയും അവർക്ക് തെറ്റുപറ്റാം. പിന്നെ ചിന്തകളിലാണെങ്കിൽ പോലും തെറ്റുപറ്റാം. അങ്ങനെയാണെങ്കിൽ ആ തെറ്റോടുകൂടി സ്വർഗത്തിൽ പോകില്ല എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ മാനസാന്തരം ഡെയിലി ഉള്ളത്, രക്ഷ വേറെയാ. രക്ഷയുടെ രണ്ട അങ്ങനെയൊന്നും കത്തോലിക്ക സഭയിൽ അങ്ങനെ വേർതിരിച്ച് പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടുക, രക്ഷ, വീണ്ടും ജന്മം എന്നുള്ള കാര്യമൊന്നും പഠിപ്പിക്കുമായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം, ബൈബിളിൽ അതൊക്കെ ഉണ്ടെന്നറിയാം. പക്ഷെ അങ്ങനെയൊന്നും പഠിപ്പിക്കുമായിരുന്നില്ല. ചർച്ചിന്റെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അങ്ങ് പോവുക, അത് തന്നെ ജനങ്ങളെ പഠിപ്പിക്കുക, അത് തന്നെ അവരെ കൊണ്ട് ആചരിപ്പിക്കുക, അങ്ങനെയൊക്കെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഞാനും പോയിക്കൊണ്ടിരുന്നു. ഈ വിഗ്രഹാരാധനയെന്ന് കത്തോലിക്ക സഭ ഒരിക്കലും പറയില്ല. കാരണം ഞങ്ങൾ സെമിനാരിയിൽ പഠിപ്പിച്ചതിനെ വിഗ്രഹാരാധന മഹാഭാവമെന്ന്, വിഗ്രഹാരാധന മഹാഭാവമെന്ന് കത്തോലിക്ക സെമിനാരിയിൽ പഠിപ്പിക്കുന്നു. എന്നിട്ട് പള്ളിയിൽ വരുമ്പം അല്ല, അവിടെയും ഞങ്ങള് ഫിലോസഫി പഠിക്കും. തിയോളജി പഠിക്കുന്നതിന് 3 വർഷം, തിയോളജി പഠിക്കുന്നതിന് മുമ്പ് 3 വർഷം ഞങ്ങൾ ഫിലോസഫി പഠിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് ഫിലോസഫി ഈസ് ദി ഹാൻഡ് മെയ്ഡ് ഓഫ് തിയോളജി. തിയോളജി പഠിക്കുന്നതിനുള്ള ഒരു സഹായിയായിട്ട് ആണ് ഫിലോസഫി. അപ്പോൾ അവിടെ എല്ലാം ഞങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്താണ് പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറയും കത്തോലിക്കര് വിഗ്രഹാരാധികളാണ്. അപ്പോൾ കത്തോലിക്കരായി ഞാനായിരുന്നപ്പോഴും പുരോഹിതരായി ഞങ്ങൾ പറയും അല്ല, ഞങ്ങൾ വിഗ്രഹാരാധികളല്ല. കാരണം ഞങ്ങളിവിടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് എ അഡോറേഷൻ, ഇറ്റ് ഇസ് ഓൺലി എ വെനറേഷൻ. അതായത് വിശുദ്ധന്മാരുടെ രൂപങ്ങളുണ്ടാക്കുന്ന വേറെ ആരും, എന്നാൽ രൂപങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിന്ന് അവരെ വെനറേറ്റ് ചെയ്യുകയുള്ളൂ. ഇറ്റ്സ് എ വെനറേഷൻ, നോട്ട് അഡോറേഷൻ. അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും. ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത ടെക്നിക്കൽ ടേംസ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ജനങ്ങൾ വാസ്തവത്തിൽ വിഗ്രഹാരാധന തന്നെയാ ചെയ്യുന്നത്. രണ്ടാമത് ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ്. അതായത് നേരെ സ്വർഗത്തിൽ പോകുന്ന ആർക്കും വിശ്വാസമില്ല. അതുകൊണ്ട് ഇച്ചിരിയെങ്കിലും പാവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ എങ്ങനെയാ സ്വർഗത്തിൽ കടത്തുക? അതുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി ഒരു ശുദ്ധീകരണ സ്ഥലം കണ്ടുപിടിച്ചു. ബസ്ഫുർഖാൻ എന്നുള്ള വാക്ക് ഞാൻ ബന്ധുക്കോസിൽ വന്നാ കേൾക്കുന്നത് ആദ്യമായിട്ട്. അങ്ങനെ കത്തോലിക്ക സഭയിൽ പർഗട്ടറി ഇംഗ്ലീഷില് പർഗട്ടറി. അതെനിക്കറിയില്ല ആ വാക്ക് ഏതാണെന്ന്. ഗ്രീക്ക് അത് ഇതായിരിക്കോ, പിന്നെ സിറിയക് ബാക്കിൽ നിന്ന് വന്നായിരിക്കും ബസ്ഫുർഖാൻ. എനിക്കറിയില്ല ആ വാക്ക്. അതറിയില്ല. ആ കിടക്കുന്നത് നോക്കൂ, ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് പല സൂത്രങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതായത് നമ്മള് ബന്ദിങ്ങ ധരിക്കില്ലേ, ബന്ദിങ്ങ അറിയാമല്ലോ? അതെ, അതിന്റെയൊക്കെ സ്റ്റോറിയൊക്കെ ഉണ്ട്. അപ്പൊ ബന്ദിങ്ങ ധരിച്ച് മരിക്കുന്ന ഒരാളെ മാതാവ് ആദ്യത്തെ ശനിയാഴ്ച എന്നെ നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ പിന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് തുറന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന അർപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ വിശദീകരണങ്ങളുണ്ട്. കാരണം ഇതിനൊന്നും ശരിക്കും ബേസിസ് ഇല്ല, ബിബ്ലിക്കൽ ബേസിസും ഇല്ല. ഇത് എവിടുന്ന ഈ കഥകളുണ്ട്? ഈ റോമൻ പാഗൻ മതത്തിന്റെ ഭാഗമാണോ ഇതൊക്കെ? പാഗൻ മതത്തിന്റെ ആണെന്ന് കത്തോലിക്ക സഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിക്കണ്ട, നമുക്ക് പറയാമല്ലോ. അതെ, കാരണം ബൈബിളിലുള്ളതൊന്നും അവിടെ ഇല്ല, അതുകൊണ്ട് നമുക്ക് പറയാമല്ലോ. ഇവിടെ ഒത്തിരി പിന്നെ യുക്തി, തിയോളജി ശരിയായ തിയോളജി അല്ല, അതിന്റെ ഇന്റർപ്രിട്ടേഷനും തിങ്കിങ്ങും ഒക്കെ ആയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാ മരിച്ച കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് വരും അതോടൊപ്പം. കാരണം ഈ കുഞ്ഞുങ്ങള് അവര് ജന്മപാത്രത്തിലല്ലേ ജനിക്കുന്നത്. അപ്പൊ അവര് മരിച്ചാൽ അവരെവിടെ പോകും? അയ്യോ, അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആവായുടെ പാവം പേർക്കുണ്ടല്ലോ, ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇവര് നരകത്തിൽ വിടാനും പറ്റില്ല. പാവം കുഞ്ഞുങ്ങളെ ജനിച്ചേ ഉള്ളൂ, തെറ്റ് ചെയ്തില്ല. അപ്പൊ അവിടെ അവർക്ക് വേണ്ടി ഒരു സ്ഥലം കത്തോലിക്ക സഭ കണ്ടുപിടിച്ചു. എന്താ സ്ഥലം? അതാണ് പിന്നെ എന്തോ ഒരു പേര് പെട്ടെന്ന് വിട്ടുപോയി. അതായത് അത് പർഗട്ടറി അല്ല, സ്വർഗമല്ല, നരകമല്ല,
പിന്നെ വേറെ ഒരു സ്ഥലം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഒരു ഇരുണ്ട സ്ഥലം. അവിടെ വെളിച്ചമില്ല, കരച്ചിലില്ല, നിലവിളിയില്ല, വേദനയില്ല, ഒന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ ആയിരിക്കും. കുഞ്ഞുങ്ങളെല്ലാം അവിടെ. അതിനെന്താ പറയുന്നത്? വർഷങ്ങളായില്ലേ വിട്ടുപോയി. അങ്ങനെ ഒരു സ്ഥലം. ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇത് ഉണ്ടാക്കി കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ മെനഞ്ഞ് സങ്കല്പിച്ച് ചിന്തിച്ച് കാരണം സ്വർഗത്തിൽ കിടക്കണ്ടേ, സ്വർഗത്തിൽ. അതുപോലെ തന്നെ ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ വിശുദ്ധരല്ലല്ലോ. നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? കർത്താവിനും ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥൻ ഒരു ക്രൈസ്റ്റ്. അത് ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുകയല്ല. അതൊക്കെ അവിടെ ബൈബിളിലുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ വേറൊരു പഠനമുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന, അതായത് നമ്മൾ പാവികളല്ലേ, പാവികളായി നമുക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധി തെളിയിച്ച് ദൈവത്തോടൊപ്പം എത്തിച്ചേർന്ന അവരോടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് പറയാൻ നമുക്ക് മനുഷ്യരോട് സംസാരിക്കാമല്ലോ എന്നുള്ള നിലയിൽ അത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ദൈവവും മക്കളാണ് നമ്മളെങ്കിൽ ഈ മക്കൾക്ക് പിതാവിനോട് ഏത് കാര്യം തുറന്ന് പറയാൻ പാടില്ലേ? എത്ര ഘോരമായ പാപം മക്കൾ ചെയ്താലും പിതാവിനോട് പറയാമല്ലോ. എന്റെ റസലോട് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. റസലിന്റെ ഒരു മോനുണ്ട്, ഒരു മോനല്ലേ? റസൽ ചിലപ്പോ ഒക്കെ ഇങ്ങനെ പിന്നെ മസിൽ പിടിച്ച് ഗൗരവം പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കും. മോൻ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ നേരെ അമ്മയുടെ തീരും. അല്ലല്ല, അമ്മയുടെ താഴെ ചെല്ലുന്നേ. അപ്പൊ ഓമനെ അമ്മയായതുകൊണ്ട് അമ്മയുടെ തീരും. കാരണം പിന്നെ ഇപ്പൊ പപ്പ എന്നാണ് വിളിക്കുന്നത്, അച്ഛനെന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെയാ. അപ്പൊ പപ്പായുടെ അടുത്ത് ഇപ്പൊ പോയ കാര്യം നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പതുക്കെ അമ്മയുടെ അടുത്ത് ചെല്ലും. ഇത് തന്നെയാ മാതാവിന്റെ അടുത്ത് ചെല്ലും. അമ്മയും അങ്ങനെയാണെങ്കിലോ കൊച്ചിന്റെ കാര്യം കുഴഞ്ഞില്ലേ? അയ്യോ, അമ്മ അങ്ങനെ ഇല്ല. അല്ലല്ല, അമ്മ പാവല്ലേ. അമ്മമാർ അങ്ങനെയൊക്കെ പറഞ്ഞാലും അപ്പന്മാരെ വേറെ കാര്യം, മോനെ പപ്പാടെ ഇഷ്ടത്തിന് നിന്നാ കുഴപ്പമില്ലല്ലോ. അങ്ങനെ നിൽക്കാൻ പറ്റില്ല, മനുഷ്യരല്ലേ നമ്മൾ, ബലഹീനരല്ലേ. അപ്പൊ അതുകൊണ്ട് അമ്മയും മറ്റുള്ളവരെ പുറത്തുള്ളവരെയും അവരെയൊക്കെ പിടിച്ച് എങ്ങനെയും ഒക്കെ രക്ഷപ്പെടുക. പിന്നെ അതൊക്കെയാണ് അതിന്റെ കാര്യം. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുമോ? കാരണം നമ്മൾ കംപ്ലീറ്റ് സെന്റൻസ് പറയുന്നില്ല, കാരണം ആശയങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നാലും ആളുകൾക്കൊക്കെ തിരിച്ചറിയാം. പക്ഷെ കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും ഈ പറയുന്ന അച്ഛനും പൂർണ്ണ കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തപ്പിത്തടച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു പോകുന്നത്. കംപ്ലീറ്റ് ആക്കുന്നില്ലല്ലോ ഒന്നും. കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് സമയമില്ല, എനിക്ക് ഗ്രഹിക്കാം. ഇപ്പോഴത്തെ തലമുറയൊക്കെ അല്ലേ, അവർക്ക് വേഗം കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് അല്ല, ഇതെല്ലാം തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ തെറ്റ് ചെയ്തോണ്ട് അവര് ഇല്ല. ഇപ്പൊ മാർപ്പാപ്പ, ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 അദ്ദേഹം പറഞ്ഞു മീഡിയാട്രിക്സ് എന്ന് മാതാവിനെ വിളിക്കണ്ട. പിന്നെ അതുവരെ തന്നെ പിന്നെ കോറിഡംട്രിസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കണ്ട, സഹരക്ഷക എന്ന് പറഞ്ഞ് വിളിക്കണ്ട. അങ്ങനെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. എങ്കിലും കേരളത്തിലെ അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അവരെന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാൻ എനിക്ക് സങ്കടം വരും. അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ബോധമില്ലേ? അവർ മനസ്സിലാക്കാഞ്ഞിട്ടാണോ? ഇല്ല, ജനങ്ങളെ അവർ പിന്നെയും ഈ അടിമത്വത്തിൽ കുരുക്കിയിടാൻ മാതാവിനോടുള്ള ഭക്തി അങ്ങ് ഏറെ വർദ്ധിപ്പിക്കുക. ഇപ്പൊ മാർപ്പാപ്പ പറഞ്ഞതിന്റെ 100 ഇരട്ടി. കാരണം ആളുകൾക്ക് സംശയം തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി. കൊന്ത ചൊല്ലണോ? മാർപ്പാപ്പ ഇങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ നമ്മൾ കൊന്ത ചൊല്ലേണ്ട ആവശ്യമില്ലെന്ന് അച്ഛന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയും, പിന്നെ അത് കൊന്ത ചൊല്ലുകയോ അതിനേക്കാൾ ഇരട്ടി ചൊല്ലുകയോ എന്നുള്ള മട്ടിൽ അവർ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. തമാശ ജോസഫ് പുലിക്കുന്നൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് വേറെ ആരുടെയും പുസ്തകത്തിലല്ല, ഓമന ടീച്ചർ എഴുതിയ പുസ്തകത്തിൽ തന്നെ പുള്ളി ചരിത്രം കാണാപ്പുറങ്ങളിൽ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. സാക്ഷാൽ തോമസ് ലീഗ വന്ന് ഞാൻ ഇന്ത്യയിൽ വന്നില്ലടാവേ എന്ന് പറഞ്ഞാൽ പോലും കത്തോലിക്ക സഭ വിശ്വസിക്കില്ല. വന്നില്ല എന്ന് പുള്ളി പറഞ്ഞാലും പറയില്ല, മുത്തപ്പ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ് വിശ്വാസത്തിന്റെ. ഞാൻ ഇന്ത്യൻ ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ദോഷം, ഈ
ഹൈന്ദവ മതവും മറ്റ് മതങ്ങളുമായി സമ്മിശ്രപ്പെട്ടു പോകുന്ന ഈ കാത്തലിക് ചർച്ചിന്റെ നിലനിൽപ്പല്ലേ? ഇവരല്ലേ സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച തടസ്സപ്പെടുത്തിയിരിക്കുന്നത്? കാരണം ബൈബിളോട്ട് ബന്ധമില്ലല്ലോ ഇവർക്ക്. കാത്തലിക് ചേച്ചി അച്ഛാ ഒരു കാര്യം സോറി ബൈബിളിലുള്ള, ഇനി നമുക്ക് അത് ഇച്ചിരി ഗഹനമായ വിഷയമാണ് ഞാൻ ചോദിച്ച, ഇച്ചിരി വിശകല്ല ഞാൻ അതിലേക്ക് വരാൻ എളുപ്പ ഇൻകൾച്ചറേഷൻ കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധമാണ് അത്. കാരണം നമ്മൾ പോകുന്ന സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് അതിലൂടെ സുവിശേഷം എത്തിക്കുക എന്നുള്ളവരുടെ തിയോളജി അതിന്റെ പിന്നിൽ കിടക്കുന്നത്. ഭാരതവൽക്കരണം, മറ്റേ തെങ്ങും തലയും നിറപറയും വിളക്കും കാര്യങ്ങളെല്ലാം അതിന്റെ കുടിമരവും ഇതൊക്കെയാണ് അതിന്റെ ഭാഗങ്ങൾ. പക്ഷേ അങ്ങനാണോ ബൈബിൾ? അങ്ങനാണോ ക്രിസ്ത്യാനിറ്റി? അല്ല, ബൈബിളിലുള്ളതിൽ നിന്ന് എത്രയോ അകലത്തില കത്തോലിക്ക സഭയുടെ പ്രാക്ടീസുകൾ. ഇനി ഒരു കാര്യം ചോദിക്കാം, ഈ ബൈബിളിലെ ഏതെങ്കിലും ഒരു കാര്യം കത്തോലിക്ക സഭ അനുവർത്തിക്കുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നുണ്ടോ? ഉണ്ട്. ഏതാ? സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിലെല്ലാം അടങ്ങുമല്ലോ എന്ന് ചോദിക്കും. ഇപ്പം അല്ലല്ല, സ്നേഹത്തിന് എന്ന് പറഞ്ഞാല് നമ്മള് മറ്റെവിടെ കാണുന്നതിനേക്കാൾ കൂടുതൽ അവര് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണയും പിന്നെ ചാരിറ്റി കാണിക്കും. എന്തുകൊണ്ടാ? അതിന് കാരണമുണ്ട്. അങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാനുള്ളൊരു അതിനൊരു സ്റ്റെപ്പ്, അതിനുവേണ്ടിയാ ഭക്തി മാർഗം. വാസ്തവത്തില് അതാണ് ഊന്നൽ കൊടുക്കുന്നത്. അവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുതിയ നിയമസഭയിൽ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ട്, ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ കത്തോലിക്ക സഭയുടെ ആരാധന ആചാര രീതി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമ്മൾ അങ്ങനെ പറഞ്ഞു പോയ ആൾക്ക് മനസ്സിലായില്ല എന്താണെന്നൊക്കെ നമ്മൾ ഉണ്ടാവില്ല. എത്ര വർഷമായി പൗരോഹിത്യ ശുശ്രൂഷ? എത്ര വർഷം ചെയ്തു? 18 വർഷം പൗരോഹിത്യ ശുശ്രൂഷ ആയിരുന്നു. 28 വർഷം സന്യാസ ഭവനത്തിൽ ജീവിച്ചു. ഇപ്പൊ 33 വർഷമായിട്ട് കർത്താവ് സ്വതന്ത്രമാക്കിയ സ്വാതന്ത്ര്യത്തിൽ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനവും വചനത്തിന്റെ സത്യവും അതിന്റെ ജീവിതവും ആയിട്ട് മുമ്പോട്ട് പോകുന്നു. കാർമലിറ്റ സമൂഹത്തിലായിരുന്നു. CMI അല്ല, OCD. അച്ഛന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ സെമിനാരിയിൽ പോയി 3 വർഷത്തെ ഫിലോസഫി. അതിന്റെ ആലുവയിലല്ല, മൂന്നാറിനടുത്ത്. മൂന്നാർ കഴിഞ്ഞിട്ട് മറയൂറും കഴിഞ്ഞിട്ട് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് അന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ആയിരുന്നു അവസാനത്തെ ബാച്ച്. അന്ന് സെയിന്റ് പയസ് X ഫിലോസഫിക്കൽ കോളേജ്, അവിടെയായിരുന്നു ഫിലോസഫി പഠിച്ചത്. സെക്കുലർ പഠനം ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BAയും പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. സെക്കൻഡറാബാദിലെ റീജിയണൽ കമ്മ്യൂണിക്കേഷൻ സെന്ററായ അമൃതവാണിയിൽ നിന്ന് ഡിപ്ലോമയും മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിലെ. പിന്നെ ശാന്തിഗ്രാം, എറണാകുളത്തെ കളമശ്ശേരിയിലുള്ള ശാന്തിഗ്രാമിൽ നിന്ന് കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസിലുള്ള. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ പഠനം ഉണ്ടായതുകൊണ്ടായിരിക്കും അച്ഛൻ കാത്തലിക് സഭയിലെ ഈ പ്രസ് കൗൺസിലിലേക്ക് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പോഴായിരുന്നു ഈ വൈദികരും കന്യാസ്ത്രീകളും സെക്രട്ടേറിയറ്റ് നടക്കില്ല മത്സ്യത്തൊഴിലാളി സമരം നടത്തുന്നത്. അപ്പോൾ ഡൽഹിയിലുണ്ടായിരുന്ന SAR ന്യൂസ്, സൗത്ത് ഏഷ്യൻ കാത്തലിക് സൗത്ത് ഏഷ്യൻ റിലീജിയസ് ന്യൂസ് ഏജൻസി. അപ്പൊ അവര് എന്നോട് ആവശ്യപ്പെട്ടു അവർക്ക് വേണ്ടി ഒന്ന് റിപ്പോർട്ട് ചെയ്യാമോ എന്ന്. അന്ന് ഞാൻ കാര്യമെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അവിടുത്തെ ഇന്റേൺഷിപ്പിന് പോയി. അത് കഴിഞ്ഞിട്ട് അവരെന്നെ അങ്ങോട്ട് ഹയർ ചെയ്യുകയായിരുന്നു. ഓക്കെ. അങ്ങനെയാണ് പ്രസ്, കാത്തലിക് പ്രസിന്റെ അസോസിയേഷന്റെ ഇന്ത്യയുടെയും വേൾഡ് മാറി പോകാൻ അച്ഛൻ വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിൽ പോകാൻ തയ്യാറായിട്ടിരിക്കുകയായിരുന്നു അല്ലേ? സ്വിറ്റ്സർലൻഡിലും അത് പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ കത്തോലിക്കരോടത്തെല്ലാം പോയിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളൊക്കെ ബ്രസീലിലും മറ്റുമൊക്കെ പോയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കവാറും റെഗുലറായിട്ട് പോകുമായിരുന്നു. കാരണം ഞങ്ങളുടെ ഫണ്ടിങ് ഏജൻസി അവിടെ നിന്നായിരുന്നു. അതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ കോൺഫറൻസുകൾക്ക് എനിക്ക് പോകണമായിരുന്നു. അങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരുന്ന. പിന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് പഠനത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ ഞങ്ങൾ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയില്ലല്ലോ. ഞാനിപ്പോഴും പ്രൊട്ടസ്റ്റന്റ് ആണെന്ന് പറയില്ല. കാരണം കാത്തലിക് സഭയിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് മാറിയത് പെന്തക്കോസ്തുകാരല്ലല്ലോ. പെന്തക്കോസ്തുകാര് എല്ലായിടത്തു നിന്നുള്ള ഒരു ഉണർവല്ലേ, എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഉണർവ് പ്രസ്ഥാനമാണ് പെന്തക്കോസ്റ്റ്. ഇറ്റ്സ് എ മൂവ്മെന്റ്. അതല്ലേ. അപ്പൊ നമ്മൾ പ്രൊട്ടസ്റ്റാന്റ്, പെന്തക്കോസ്തുകാർ പ്രൊട്ടസ്റ്റാന്റ് ആണോ? ഇല്ല. കാരണം കത്തോലിക്ക സഭയോട് പ്രൊട്ടസ്റ്റ് ചെയ്ത് മാറി നിന്നവരാണ് പ്രൊട്ടസ്റ്റാന്റ്. പക്ഷെ കത്തോലിക്ക സഭയോട് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തതിനും മാറി നിന്നില്ല. നമ്മള് അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലായിടത്തു നിന്നും വന്നവരുടെ പിന്നെ ഉണ്ടായ ഒരു ഉണർവിന്റെ ക്രിസ്താത്മാവിന്റെ ഒരു ഉണർവ്. അപ്പൊ നമ്മൾ പ്രൊട്ടസ്റ്റാന്റ് എന്ന് നമ്മള് ആ കാറ്റഗറിയിൽ പെടുത്താൻ നമ്മളെ പറ്റില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഞാൻ വന്നിട്ട് തിയോളജി പഠിക്കുന്ന, തിയോളജി വന്നത് ചർച്ച് ഓഫ് ഗോഡിന്റെ തിയോളജി അവിടെ പഠിച്ച സെമിനാരിലൊക്കെ പഠിച്ചു. പിന്നെ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു പെന്തക്കോസ്ത് സെമിനാരികളില്. പിന്നെ ക്ലീവ്ലാൻഡ് ടെന്നസി, അമേരിക്കയിൽ വന്നിട്ട് ക്ലീവ്ലാൻഡ് ടെന്നസിയില് ഡോക്ടറേറ്റ് ചെയ്തു. അവിടെ ഒന്ന് പിന്നെ ഡോക്ടറേറ്റ് ചെയ്തു. മറ്റേ കോട്ടയം ഗുഡ് ഷെപ്പേർഡ് ചർച്ചിൽ കുർബാന ചൊല്ലിയിട്ടുണ്ടല്ലോ. അതെ, കോട്ടയം ഗുഡ് ഷെപ്പേർഡ് ചർച്ചിലായിരുന്നു ആദ്യം. അവിടെ അന്ന് ഞങ്ങളുടെ ആശ്രമവും പള്ളിയും അതിന്റെ സബ്സ്റ്റേഷനായ കോടിമതയിലാണ് എനിക്ക് അസൈൻമെന്റ് തന്നിരുന്നത്. അവിടെ ചേച്ചിന്റെ ചാർജ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ കർമ്മേറ്റ സമൂഹത്തിൽ നിന്നും ബിഷപ്പുമാരൊക്കെ ആകാറുണ്ട് ആളുകള്? തീർച്ചയായിട്ടും ഒരുപാട് പേരുമായിട്ടുണ്ട്. ഒരു കുസൃതി ചോദ്യമാ, ആ ചോദ്യം ഇച്ചിരി ഓവറായി പോയെങ്കിൽ വിട്ടേക്കണം. അച്ഛൻ ഈ കാത്തലിക് സമൂഹത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുമായിരുന്നെങ്കിൽ ഒരു ബിഷപ്പാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നോ? ഞാൻ കാണുന്നില്ല. കാരണം എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന്, കാരണം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു പോയത്. അതൊക്കെ ഇത് ജേർണലിസവുമായിട്ടും പിന്നെ മീഡിയയുമായിട്ടുള്ള ബന്ധപ്പെട്ട, അല്ലാതെ എനിക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റിലേക്ക് വരുമ്പോൾ തന്നെ ഇച്ചിരി ഒത്തുകൊള്ള സ്ഥാനങ്ങളെ വഹിച്ചു കഴിഞ്ഞു. ഒരുപാട് പൊസിഷനുകൾ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇനി അങ്ങോട്ട് കൂടുതലൊന്നും കിട്ടാനില്ല. എവിടെ? അല്ല, കത്തോലിക്ക സഭയിൽ പിന്നെ മാക്സിമം അവസരങ്ങൾ സഭയില് എനിക്ക് മാക്സിമം അവസരങ്ങൾ കിട്ടി. ഈ വിശ്വാസ സമൂഹത്തിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു, വിശ്വാസ സ്നാനമേറ്റു. ആരാ സ്നാനപ്പെടുത്തിയത്? PAV സാം സാറ്. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് എൻ്റെ ഒരു കസിനും കുടുംബവും അവർ പെന്തക്കോസ്റ്റിലായിരുന്നു. അപ്പൊ അവര് തിരിച്ചു കൊണ്ടുപോകാൻ എൻ്റെ അങ്കിള്, എൻ്റെ അപ്പൻ്റെ ഇളയ സഹോദരൻ, അദ്ദേഹത്തിന്റെ മകനും കുടുംബമാണ് വിശ്വാസത്തിലേക്ക് പോയത്. അവരെ എന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടപ്പോ, കാരണം ഞങ്ങൾക്ക് വേറെ അച്ഛന്മാരുണ്ട് ഞങ്ങളുടെ കുടുംബത്തില്, അവരോട് ചോദിച്ചില്ല. എന്നോട് ചോദിക്കാൻ, ഞാൻ കാപ്പിപ്പൊടിയിട്ട ഈ സന്യാസ വൈദ്യനല്ലേ, അപ്പൊ കത്തോലിക്ക കുറച്ചുകൂടെ റെസ്പെക്ട് തിരിച്ചു കൊണ്ടുവരാൻ. അതെ, അവര് അവസാനം എറണാകുളത്തായിരുന്നു. പക്ഷെ അവര് പിന്നെ കഴക്കൂട്ടത്തായിരുന്നു, ട്രിവാൻഡ്രത്ത്. അപ്പൊ ഞാൻ നാട്ടിൽ വല്ലപ്പോഴേ പോവുള്ളൂ. ആ പോകുമ്പോഴൊക്കെ ഇവരുടെ അടുത്ത് പോകും. അങ്ങനെ പോകുമ്പോഴൊക്കെ ഇവരെ കത്തോലിക്ക സഭയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല പ്രാവശ്യം നടത്തി. അപ്പോൾ എല്ലാം അവരും ബൈബിളാണ് എടുക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ ഉടനെ ബൈബിൾ എടുക്കും. പക്ഷെ എനിക്ക് ബൈബിളില്ല. എനിക്ക് ഞാൻ പോയി കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എനിക്കുണ്ട്. റോമില് അവിടെ കൊളോസിയത്തിൽ പോയതും അവിടെ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ. അതെ, പാരമ്പര്യമുണ്ട്. അപ്പൊ അതൊക്കെ, പക്ഷെ അവരെപ്പോഴും ബൈബിൾ. പക്ഷെ അവസാനത്തെ ഞങ്ങളുടെ അവിടെ പിന്നെ എൻ്റെ കസിനൊക്കെ ഒരിക്കൽ എന്നോട് ചോദിച്ചു, കസിൻ്റെ ഭാര്യയ്ക്കാണ് ഈ അനുഭവങ്ങളുണ്ടായത് ദൈവമായിട്ടുള്ള. അങ്ങനെ ഒരു അത്ഭുത സൗഖ്യം, രോഗസൗഖ്യം ഉണ്ടായത് ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം ആ കഥ, ആ സംഭവം. അപ്പൊ അതിന്റെ പിന്നിൽ എങ്ങനെയാ ഇത് സംഭവിച്ചതെന്ന് അറിയാമോ എന്ന് എന്നോട് ആ സഹോദരി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ബന്ധക്കാരി? അതെ, എന്റെ കസിന്റെ ഭാര്യ ഫിലോമിന എന്ന പേര്, ഫിലി എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ആ സഹോദരി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അപ്പൊ അവർ എൻ്റെ കാര്യം പറഞ്ഞു. അവരുടെ സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യവും പിന്നീടുള്ള അവരുടെ അനുഭവങ്ങളും ഒക്കെ എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ പേഴ്സണൽ
ലൈഫിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടത് നടക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം ശിഷ്യന്മാർ പുറപ്പെട്ടു, അവർ പ്രസംഗിച്ചു. കർത്താവ് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോകുന്നുവെന്ന് മാർക്കോസിന്റെ സുവിശേഷം അവസാനത്ത് എഴുതിയിട്ടുണ്ട്. അത് വെച്ചാൽ ഞാൻ കത്തോലിക്ക പുരോഹിതനായിരുന്നപ്പോഴേ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളൊക്കെയാണ്. അതിനുള്ള ഉത്തരം എനിക്ക് ഇവിടെ കിട്ടി. അതിനു മുമ്പ് എനിക്ക് തന്നെ കത്തോലിക്ക സഭയിൽ വെച്ച് ഒരല്പ രോഗസൗഖ്യത്തിന്റെ അനുഭവം ഉണ്ട്. എന്നാലും ഇതല്ല, ഇത് അതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. നീ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പൊ നിനക്ക് ഞാൻ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ വചനം എടുത്ത് നീ എൻ്റെ സാക്ഷിയെ തെരുവിലേക്ക് ഇറങ്ങും. പെന്തക്കോസ്തിൽ പോകാൻ പറഞ്ഞില്ല, തെരുവിലേക്ക് ഇറങ്ങും. പിന്നെ അങ്ങനെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങി. ഇപ്പോഴും ഞാൻ തെരുവില്ല. അമേരിക്കയിലാണോ എവിടെ തെരുവുണ്ടെന്ന ആളുകൾ ചോദിക്കുന്നത് നാട്ടില്. കർത്താവിനോട് ഇങ്ങനെ ഞാൻ അമേരിക്കയിൽ വന്ന കാര്യം കൂടെ പറഞ്ഞിട്ട്, പിന്നെ അമേരിക്കയിലേക്ക് വരാൻ വേണ്ടി വന്നതല്ല, കാരണം അച്ഛനായിരുന്നപ്പോഴും ഞാൻ അമേരിക്കയിൽ വന്നിട്ടുണ്ട്, നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അങ്ങനെ വരാൻ വേണ്ടി വന്നതല്ല. എനിക്ക് 2 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ 2 പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വിസ തന്നില്ല. എന്നാൽ 2005 നവംബർ ഡിസംബർ മാസങ്ങളിൽ ഞാൻ ദുബായിൽ ആയിരിക്കുമ്പോൾ ഷാർജയിൽ ബോർഡറിൽ അവിടെ വെച്ച് ഒരു ദേവദാസൻ പിന്നെ എന്നോട് പ്രവചിച്ചു പറഞ്ഞു, തടഞ്ഞു വെച്ചിരിക്കുന്ന വിസ 2006 റിലീസാകും. മെയ് മാസം കുറേ ദിവസം ഉപവസിക്കണം. കുടുംബമായിട്ട് വെള്ളക്കാരുടെ നടുവിൽ നിന്ന് ഞാൻ താമസിപ്പിച്ചുകൊണ്ട് എൻ്റെ വേല ജയിക്കുന്നു. ഓക്കെ, 2006 ഡാളസിൽ വെച്ച് നടക്കുന്ന കോൺഫറൻസിലേക്ക് എനിക്കൊരു ക്ഷണം കിട്ടി. ഞാൻ വന്നു, ന്യൂയോർക്കിൽ വന്നു. ന്യൂയോർക്കിലെ എമിഗ്രേഷനിൽ ചെന്നപ്പോൾ അവരെന്നോട് എനിക്ക് സ്റ്റാമ്പ് ചെയ്തു 3 വർഷം ഇവിടെ സ്റ്റേ ചെയ്യാൻ. എന്നിട്ട് പേന എടുത്ത് അടുത്തിരുന്ന പേന എടുത്ത് എൻ്റെ മുമ്പിൽ വെച്ച് അവർ 6 ഉണ്ടെന്ന് എഴുതി. എന്നിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കുടുംബത്തെ കൊണ്ടുവരാം, ഇവിടെ പഠിക്കാം, ഇവിടെ റിലീജിയസ് വർക്ക് ചെയ്യാം. എന്നാൽ കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്തം അതുപോലെ നിറവേറി. അങ്ങനെയാണ് അച്ഛൻ ഇവിടെ വന്നു. NSC ലീ യൂണിവേഴ്സിറ്റിയിൽ, ചർച്ച് ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ ലീ യൂണിവേഴ്സിറ്റിയിൽ അച്ഛൻ ഡോക്ടറേറ്റ് ചെയ്തു. ഇന്ന് അച്ഛൻ സന്തോഷവാനാണ്. ദൈവത്തിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ഈ കാത്തലിക് സഭ വിട്ട് സത്യവിശ്വാസത്തിലേക്ക് വന്നതിൽ 100% സന്തോഷമാണ്. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 80 വയസ്സ് കഴിഞ്ഞു. 80 വയസ്സ് കഴിഞ്ഞെങ്കിൽ അച്ഛനെ കണ്ടാൽ 50ന്റെ കാഴ്ചയെ കാണുന്നുള്ളൂ. വളരെ ആരോഗ്യവാനാണ് അദ്ദേഹം. ഡാളസിൽ കുടുംബസ്ഥനായി കഴിയുകയാണ്. കാത്തലിക് സഭയിലെ അദ്ദേഹത്തിന്റെ മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ കത്തോലിക്ക സഭയുടെ എല്ലാവിധ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാളും കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടി ഉയർന്നു പോകാമായിരുന്നു. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, രക്ഷയുടെ അനുഭവത്തിലേക്ക് അച്ഛൻ വന്നു. എല്ലാം ചപ്പും ചവറും വേണ്ടി പൗലോസ് പറയുന്നതിൽ എല്ലാ അധികാരങ്ങളെയും സ്ഥാനമാനങ്ങളും വിട്ടൊഴിഞ്ഞിട്ട് ക്രൂശ് ചുമക്കുവാൻ, തെരുവിൽ നിന്ന് പ്രസംഗിക്കുവാൻ അച്ഛന് ദൈവം ഭാഗ്യം കൊടുത്തു. അങ്ങനെ പുരോഹിതൻ, അച്ഛൻ ഉപദേശിയായി മാറിയ കഥയാണ് മാർസിൽ മൊറീസ് അച്ഛന് നമ്മളോട് പറയാനുള്ളത്. അച്ഛൻ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ അച്ഛൻ വിശ്വാസത്തിൽ വന്നുള്ള ആദ്യമായി വന്ന് ഇന്റർവ്യൂ ചെയ്യുകയും ഗുഡ് ന്യൂസിൽ അച്ഛനെ കുറിച്ച് എഴുതുകയും ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ട് പോകട്ടെ. വാർദ്ധക്യത്തിന്റെ യാതൊരു ലക്ഷണവും ഇപ്പൊ കാണാനില്ല. ആരോഗ്യവാനായി കണ്ടതിൽ സന്തോഷം. ഇനി എപ്പോഴും നമുക്ക് കാണാം. എല്ലാവർക്കും വേണ്ടി, നമ്മുടെ CC വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.